വളരെ പ്രധാനപ്പെട്ടതാണ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട്. അത് നേരത്തെ നമ്മൾ എന്താണ് ഇവരെ കണ്ടെത്തിയത് എന്നുള്ളത് അറിയാനുള്ള ഒരു ആകാംക്ഷ നേരത്തെ നമുക്കുണ്ടായിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ നമുക്കെല്ലാം വളരെ കൃത്യമായി ബോധ്യമുള്ളതാണ് ഇതൊരു ആസൂത്രിതമായ നീക്കം ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളത്. ഇതൊരു ദുരൂഹമായ മരണമാണ്, ഒരു കൊലപാതകമാണോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം സംശയങ്ങളൊക്കെ നമ്മളൊക്കെ നേരത്തെ പ്രകടിപ്പിച്ചതും അതുതന്നെയാണ് ഇതിനെ CBI അന്വേഷണത്തിന് വിടണം എന്ന് ആവശ്യപ്പെടാനുള്ള ഒരു പ്രധാന കാരണം. ഒന്ന്, ഈ മീറ്റിംഗ് നടക്കുന്ന ദിവസം അതൊരു യാത്രയയപ്പ് യോഗമാണ്. ആ യാത്രയയപ്പ് യോഗം എന്ന് പറയുന്ന ഇന്റേണൽ മീറ്റിംഗ് ആണ്. അവിടെ ഉദ്യോഗസ്ഥന്മാര് മാത്രം പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ്. അവിടെ കയറി വന്നത് എന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം അത്തരത്തിലൊരു യോഗത്തിലേക്ക് അദ്ദേഹം വരേണ്ടതില്ല. അപ്പോൾ അതിന് നേരത്തെ മുൻകൂർ അനുവാദം കളക്ടറുടെ അടുത്തുനിന്നൊക്കെ സമയം ചോദിച്ചു, അവിടേക്ക് വരുന്നു, അത് പ്ലാൻഡ് ആയിട്ട് വരുന്നു, വരുന്ന സമയത്ത് ചാനലുകാരെ കൂട്ടി വരുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു, അത് പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു ദുരുദ്ദേശമുണ്ട്. ആ ദുരുദ്ദേശത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്, അതൊരു ഗൂഢാലോചനയുണ്ട്, ഒരു പ്ലാൻഡ് ആണ് ആ കാര്യങ്ങളൊക്കെ അന്ന് നടന്നത്. അതാണ് അത്തരം ആ യാത്രയപ്പിലേക്ക് അദ്ദേഹം കടന്നെത്താനുള്ള ഒരു കാരണം. അപ്പൊ നവീൻ ബാബു ഒരു അഴിമതിക്കാരനല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. വളരെ നേരത്തെ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത ആളുകളായാലും നേരത്തെ ഉള്ള ഉദ്യോഗസ്ഥന്മാരായാലും മന്ത്രിമാരായാലും ഒക്കെ എല്ലാവരും പറയുന്നതാണ് നവീൻ ബാബു ഒരു അഴിമതിക്കാരനോ അത്തരത്തിൽ വഴിവിട്ട പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ആളോ അല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കാത്തതിന്റെ പ്രതികാരം ചെയ്തതാണ്. അത് ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വളരെ വിശദമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടെങ്കിൽ മുഴുവൻ ആളുകളെയും പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ. അതായത് കൃത്യമായ ആസൂത്രണം ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അതായത് ദിവ്യ ആദ്യം ഉന്നയിച്ച ഒരു വാദം എന്ന് പറയുന്നത് ഇതിൽ താൻ വളരെ ആകസ്മികമായാണ് ഈ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ എത്തിയത് എന്നായിരുന്നു ആദ്യം ഉന്നയിച്ച ആരോപണം. ഈ വാദം തന്നെ പൊളിയുന്ന സാഹചര്യം, അതായത് വളരെ ആസൂത്രിതമായ യാത്രയപ്പ് ചടങ്ങിലേക്ക് എത്തുന്നു, അതിനുശേഷം ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ആവശ്യപ്പെടുന്നു, സഹായിയെ വിളിച്ചുകൊണ്ട് മറ്റൊരാളോട് ചോദിക്കുകയാണ് ഇപ്പോൾ ചടങ്ങ് ആരംഭിച്ചിട്ടുള്ള കാര്യങ്ങൾ വിവരങ്ങൾ അന്വേഷിക്കുക, എന്നിട്ടെത്തുന്നു. സ്വാഭാവികമായും ദിവ്യയ്ക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം നീങ്ങേണ്ടതല്ലേ? അല്ല, ആകസ്മികമായിട്ടല്ല ഇത് എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. ആകസ്മികമായിട്ട് വരേണ്ട ഒരു യോഗമല്ലാതെ അതിലേക്ക് അങ്ങനെയാണെങ്കിൽ കളക്ടറോ ആരെങ്കിലും ക്ഷണിക്കണം. ആരും ക്ഷണിച്ചിട്ടില്ല. ആകസ്മികമായിട്ടല്ല എത്തിയത്. ആകസ്മികമായിട്ട് എത്തുന്ന ഒരാൾ എന്തിനാണ് പ്രാദേശിക ചാനലിനെ കൂട്ടി വന്നത്? ഇവിടെ ഒരു പ്രധാന ചോദ്യം അതാണല്ലോ. അതിന് മറുപടി കിട്ടിയിട്ടില്ല. ഈ പച്ചക്കള്ളം പറയുകയാണ് അന്ന് മുതൽ ഇതുവരെ പറയുന്നത്. ആ തരത്തിൽ ഒരു ഉദ്ദേശവുമില്ലായിരുന്നു. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അത് ദിവ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ദിവ്യയ്ക്ക് പിന്നിൽ ആരോ ദിവ്യയെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണിത്. ഒരു ജില്ലാ പഞ്ചായത്തിന്റെ പദവി ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യം ചെയ്യിപ്പിക്കാൻ മറ്റാരുടെയൊക്കെയോ പ്രേരണയും മറ്റും അതിനകത്തുണ്ട്. ഒരു ഗൂഢാലോചനയുണ്ട്. വളരെ കൃത്യമായ പ്ലാൻഡായുള്ള പ്രസംഗമാണ് അവിടെ നടത്തിയത്. ഇതൊക്കെ നമ്മൾ വളരെ നേരത്തെ ചർച്ച ചെയ്തതാണ്. അത് സിവിൽ ഡെത്ത് ഉൾപ്പെടെ ഉപയോഗിച്ച പ്രയോഗങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ നിരന്തരം ചർച്ച ചെയ്താണ്. അതൊരു അന്വേഷണം കൃത്യമായി അന്വേഷിച്ച് ഇത് കണ്ടെത്തേണ്ടതാണ്. ഏതായാലും എന്തുകൊണ്ട് നവീൻ ബാബു എന്ന ചോദ്യം കൂടി അവിടെ പ്രസക്തമല്ലേ? അതായത് ദിവ്യയെ അങ്ങനെ ആരെങ്കിലും ഇത്തരത്തിലൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചതാണെങ്കിൽ എന്തുകൊണ്ടാണ് നവീൻ ബാബുവിനെ കരുവാക്കിയത്, അല്ലെങ്കിൽ നവീൻ ബാബുവിനെ ഇത്തരത്തിൽ അപമാനിക്കാനുള്ള ശ്രമം ഉണ്ടായത്? അതിന് പിന്നിലുള്ള കാരണങ്ങളിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതല്ലേ? എന്താണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്?